ഭരണ തുടർച്ചയുടെ 10 വർഷങ്ങൾ അവസാനിപ്പിച്ച് 102 സീറ്റുകളുടെ വൻ ഭൂരിപക്ഷത്തോടെ കേരളം UDFനെ അധികാരത്തിലെത്തിയത് എന്തിനായിരുന്നു? അഴിമതിക്കും സ്വജന പക്ഷപാതത്തിനുമെതിരെ ഒരു മാറ്റം ആഗ്രഹിച്ച ജനങ്ങൾ നൽകിയ ആ പവിത്രമായ ജനവിധിയെ തെരുവിലെ ഗ്രൂപ്പ് പോരിലൂടെയും അടച്ചിട്ട മുറികളിലെ കസേരക്കളികളിലൂടെയും നേതാക്കൾ അപഹസിക്കുകയാണ്. കേരളം ഉറ്റുനോക്കുന്നത് വികസനത്തിലേക്കുള്ള ചുവടുവയ്പ്പുകളാണെങ്കിൽ ഇവിടെ നേതാക്കൾ ഉറ്റുനോക്കുന്നത് മുഖ്യമന്ത്രിയുടെ ആ ഒരൊറ്റ കസേരയിലേക്കാണ്. തിരഞ്ഞെടുപ്പിന് മുൻപ് വരെ ഞങ്ങൾ കസേരയ്ക്ക് വേണ്ടി വാശി പിടിക്കില്ലെന്ന് നെഞ്ചുതൊട്ട് പറഞ്ഞവർ ഇപ്പോൾ വേഷം മാറിയിരിക്കുന്നു. അന്ന് ജനങ്ങളുടെ മുന്നിൽ വിനീതരായി നിന്നവർ ഇന്ന് MLA-മാരുടെ പിന്തുണയ്ക്കായി അർദ്ധരാത്രിയിൽ ചരടുവലികൾ നടത്തുന്നു. KC വേണുഗോപാൽ പക്ഷം 47 പേരുടെ പിന്തുണ അവകാശപ്പെടുമ്പോൾ ചെന്നിത്തലയും സതീശനും തങ്ങളുടെ പാളയത്തിൽ ആളുകളെ കൂട്ടാൻ നെട്ടോട്ടമോടുകയാണ്. മന്ത്രിസ്ഥാനങ്ങളും പദവികളും വാഗ്ദാനം ചെയ്ത് ജനപ്രതിനിധികളെ സ്വന്തം താവളത്തിലെത്തിക്കാൻ ശ്രമിക്കുന്ന ഈ റിസോർട്ട് രാഷ്ട്രീയം കേരളത്തിന് അപമാനമാണ്. വോട്ട് ചെയ്ത ജനങ്ങളെക്കാൾ വലിയവരാണോ ഈ ഗ്രൂപ്പ് മാനേജർമാർ? 47 പേരുടെ പിന്തുണയുണ്ടെന്ന് KC പക്ഷം അവകാശപ്പെടുമ്പോൾ തന്ത്രങ്ങളുമായി ചെന്നിത്തലയും പോരാട്ടവീര്യവുമായി സതീശനും കളം നിറയുന്നു. 16 MLA-മാരെങ്കിലും തന്റെ പേര് പറയുമെന്ന് രമേശ് ചെന്നിത്തല കരുതുന്നു. 9 MLA-മാർ ഒപ്പമെന്നാണ് VD സതീശൻ ക്യാമ്പ് പറയുന്നത്. എന്നാൽ നിരീക്ഷകരുമായുള്ള കൂടിക്കാഴ്ചയിൽ MLA-മാർ അഭിപ്രായം മാറ്റുമോ എന്ന ആശങ്ക ഗ്രൂപ്പ് മാനേജർമാർക്കുണ്ട്. MLA-മാരെ ഒപ്പം നിർത്താൻ മന്ത്രിസ്ഥാനം ഉൾപ്പെടെ പലർക്കും വാഗ്ദാനം ചെയ്തതായും സൂചനയുണ്ട്. MLA-മാരുമായി തുടർച്ചയായി ആശയവിനിമയം ഗ്രൂപ്പ് നേതാക്കൾ നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രിക്കായുള്ള ചരടുവലി കേരളത്തിൽ തെരുവിലേക്ക് എത്തുന്നതിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ്. ചേരിതിരിഞ്ഞുള്ള സ്വീകരണങ്ങളെക്കുറിച്ച് രാഹുൽ ഗാന്ധി വിവരം തേടിയിട്ടുണ്ട്. രാഹുലിന്റെ ഓഫീസിലേക്ക് ഇമെയിൽ അയക്കുന്നതിനുള്ള ആഹ്വാനവും ഗൗരവമായി എടുക്കുമെന്ന് പാർട്ടി വൃത്തങ്ങൾ പറയുന്നു. മുഖ്യമന്ത്രി ആര് എന്നതിൽ തന്റെ നിലപാട് ഖർഗെയോടും രാഹുൽ വ്യക്തമാക്കുന്നില്ല. എന്നാൽ ഈ തർക്കങ്ങൾക്കിടയിലും അണിയറയിൽ മറ്റൊരു തിരക്കഥ തയ്യാറാവുകയാണ്. 2021-ലെ പിഴവ് ആവർത്തിക്കരുതെന്ന് മുതിർന്ന നേതാക്കൾ ഹൈക്കമാൻഡിന് അന്ത്യശാസനം നൽകിക്കഴിഞ്ഞു. ചെന്നിത്തലയെ മാറ്റിയതുപോലെയുള്ള നാടകീയ നീക്കങ്ങൾ ഇത്തവണ അനുവദിക്കില്ലെന്ന ഉറച്ച നിലപാടിലാണവർ. നിർണായകമായത് ഘടകകക്ഷികളുടെ നിലപാടാണ്, പ്രത്യേകിച്ച് മുസ്ലിം ലീഗിന്റെ. ഭരണത്തിൽ പുതിയ ഡിമാൻഡുകളില്ല, പക്ഷേ ഭരണം ഉഷാറാകണം എന്ന KM ഷാജിയുടെ വാക്കുകൾ കൃത്യമായ സൂചനയാണ് നൽകുന്നത്. സതീശനെ പിന്തുണയ്ക്കുന്ന ഷാജിയുടെ നിലപാട് കോൺഗ്രസിനുള്ളിലെ ഉറക്കം കെടുത്തുന്നു. മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഭരണത്തിന്റെ ഗുണനിലവാരത്തെക്കുറിച്ച് ആശങ്കപ്പെടുമ്പോൾ കോൺഗ്രസിനുള്ളിൽ ഗ്രൂപ്പ് സമവാക്യങ്ങൾ തെരുവിലേക്ക് വലിച്ചിഴക്കപ്പെടുകയാണ്. ഗ്രൂപ്പ് തിരിഞ്ഞുള്ള സ്വീകരണങ്ങളും സോഷ്യൽ മീഡിയയിലെ പോർവിളികളും കാണുമ്പോൾ ജനങ്ങൾ ചോദിക്കുന്നത് ഒന്നാണ്: ഇതാണോ നിങ്ങൾ വാഗ്ദാനം ചെയ്ത മാറ്റം? പിണറായി വിജയൻ എന്ന കരുത്തനായ ഭരണാധികാരിയെ താഴെയിറക്കാൻ വോട്ട് ചെയ്തവർ കോൺഗ്രസിനുള്ളിലെ ഈ അധികാര കൊതി കണ്ട് ഇന്ന് നെറ്റിച്ചുളുക്കുന്നു. ഈ ഇരട്ടത്താപ്പ് ജനങ്ങളിൽ ഉണ്ടാക്കുന്ന വെറുപ്പ് ചെറുതല്ല. പക്ഷേ ഈ രാഷ്ട്രീയ നാടകങ്ങൾക്ക് തിരശ്ശീല വീഴാൻ ഇനി അധിക സമയം വേണ്ടിവരില്ല. ഗ്രൂപ്പ് കളിയിൽ മനം മടുത്ത AICC നേതൃത്വം കടുത്ത തീരുമാനത്തിലേക്കാണ് നീങ്ങുന്നത്. കേരളത്തിലെ ഈ തറവാടിത്തം രാഹുൽ ഗാന്ധിയുടെ ക്ഷമ കെടുത്തിക്കഴിഞ്ഞു. രാഹുലിന്റെ ഓഫീസിലേക്ക് പ്രവഹിക്കുന്ന ഇമെയിലുകളും പരാതികളും ഒരു വലിയ കൊടുങ്കാറ്റിന്റെ മുന്നോടിയാണ്. കേരളത്തിലെ ഈ ഗ്രൂപ്പ് കളിക്ക് അന്ത്യം കുറിക്കാൻ ഡൽഹിയിൽ നിന്നും ആ ഒരൊറ്റ ഫോൺ കോൾ വരാനിരിക്കുന്നു. ചെന്നിത്തലയും സതീശനും വേണുഗോപാലും തമ്മിലുള്ള ഈ പോരാട്ടം രാഹുൽ ഗാന്ധിയുടെ ഒരൊറ്റ ഫോൺ കോളിൽ അവസാനിക്കും. അത് മെറിറ്റ് മാത്രം നോക്കിയുള്ള പ്രഖ്യാപനമായിരിക്കും. MLA-മാരുടെ എണ്ണമല്ല, കേരളത്തെ നയിക്കാൻ കേൾപ്പുള്ള ആ വ്യക്തി ആരായിരിക്കണം എന്നത് രാഹുൽ ഇതിനോടകം തീരുമാനിച്ചു കഴിഞ്ഞു. ആ ഒരൊറ്റ വിളിയോടെ കേരളത്തിലെ ഗ്രൂപ്പ് കോട്ടകൾ തകരും. കേരളം കാത്തിരുന്ന ആ പ്രഖ്യാപനം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സംഭവിക്കും. കസേരയ്ക്ക് വേണ്ടി തമ്മിലടിക്കുന്നവർക്ക് രാഹുൽ ഗാന്ധി നൽകാൻ പോകുന്ന ആ സർപ്രൈസ് എന്തായിരിക്കും? കേരള രാഷ്ട്രീയത്തെ മുൾമുനയിൽ നിർത്തുന്ന ആ ക്ലൈമാക്സിനായി നമുക്ക് കാത്തിരിക്കാം.